ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമർ വന്നിട്ട് 2 ഇൻവിസിബിൾ നെക്ലേസിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാം. 14 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന നെക്ലസ്സാണ് ചെയ്യാൻ. അപ്പോൾ 2 എണ്ണമാണ് ഓർഡർ തന്നിരിക്കുന്നത്. ഒന്ന് പാലക്കയും ഒന്ന് വന്നിട്ട് മാങ്ങാമാലയുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 14 ഇഞ്ച് സൈസിൽ വരുന്ന നമ്മുടെ ഗിയർ വയറാണ്. 2 എണ്ണം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഗിയർ ലോക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഗിയർ ലോക്ക്. അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ ലോക്കറ്റുകളാണ്. ഒന്ന് വന്നിട്ട് മാംഗോ, ഒന്ന് വന്നിട്ട് പാലക്ക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ള ഗോൾഡൻ കളർ ബോളാണ്, ജമ്പ് റിങ്, അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഹൂക്ക് 2 എണ്ണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ നെക്ലസ് ചെയ്യാൻ വേണ്ട ഐറ്റം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഗിയർ വയർ എടുക്കുക. ഇനി അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ മാങ്ങാമാലയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഹോളുണ്ട്. 2 ഹോളിനകത്തൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിത് എപ്പോഴും ചെയ്യുമ്പോൾ കറക്റ്റ് സൈസാണോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ ബോൾസ് ഇട്ട് കൊടുക്കാം, 2 സൈഡുകളിലുമായിട്ട്. അപ്പോൾ 3 ബോൾസ് വെച്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബോൾസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് 3 എണ്ണം വച്ചിട്ടാണ് ഓരോ സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ആർക്കെങ്കിലും ഇൻവിസിബിൾ മാല വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ ഷെയർ ചെയ്തേക്കാം. അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 3 to 4 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് വരുന്നതായിരിക്കും. പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നാളെ അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ, കാരണം ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്തായാലും മോർണിംഗ് ചെയ്യാൻ പറ്റില്ല. പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് പോയി ബോൾസും കാര്യങ്ങളെല്ലാം. അത് കാരണം ഈ ഒരു വർക്കൊക്കെ ഞാൻ വന്നിട്ട് നൈറ്റാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഐറ്റങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ അതെല്ലാം എടുത്തുകൊണ്ട് പോക്കളായി. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് 3 ബോൾസ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ 3 ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലുമായിട്ട് ഓരോ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളത് ലോക്ക് ചെയ്യണം.
അപ്പം ഞാനത് രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് രണ്ട് സൈസും ഒരേപോലെയാണെന്ന് നോക്കിയിട്ട് വേണം ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇത് നമുക്കിതാ ഫസ്റ്റത്തത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് അവിടെ നിന്ന് മൂവ് ആവില്ല. ഇപ്പുറത്തെ സൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കോർണറിൽ കൊണ്ടുവച്ച് തന്നെ ലോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അത് ലൂസായിട്ട് പോകും. ഓക്കെ, അതാ ഇതാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ വന്നിട്ട് ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ജമ്പ് റിങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫൈനലായിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ജമ്പ് റിങ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഗിയർ ലോക്കും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ, ഇതിനകത്തൊരു ഹോളുണ്ടാവും, ഇതിൻ്റെ അകത്തൂടെ നമ്മളിതിനങ്ങ് വലിച്ചെടുത്ത് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കൂടി കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ടൈറ്റ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ചെയ്തതിന് ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇതപ്പോൾ നമ്മളിതാ ഈ സൈഡിൽ ഇങ്ങനെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഗിയർ ലോക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹൂക്ക് അതിനുള്ളിലേക്ക് കൊടുക്കുക. ഇനി ഈ ഗിയർ ലോക്കിനുള്ളിലേക്ക് കൊടുത്തിട്ട് ഇതിങ്ങ് വലിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സിമ്പിളായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. സൈഡും ഇതിൻ്റെ കറക്റ്റ് അളവിൽ കൊണ്ടുവരണം. ഇനി നമ്മൾ വീണ്ടും നോക്കുക കറക്റ്റ് ലെവലായോ എന്നുള്ളത്. ഒരു ശകലം കൂടി അപ്പോൾ ഇത് കുറച്ചും കൂടി മുകളിലേക്കൊന്ന് പോകും. രണ്ടും ഒരേ സൈസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് താഴേക്ക് വലിച്ചതിന് ശേഷം പ്ലെയർ കൊണ്ട് നല്ലതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യും. നമ്മളിതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ബാലൻസ് വരുന്ന ഈ ഒരു വയർ കട്ട് ചെയ്ത് കൊടുക്കാം.